ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു പ്രീനി ക്രിയേഷൻസ്. അപ്പോൾ ഇന്നിവിടെ സ്റ്റിച്ച് ചെയ്യാൻ പോകുന്നത് ഒരു 16 പാനൽ കുർത്തിയാണ് സ്റ്റിച്ച് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ തുണി എടുത്തിട്ടുള്ളത് ജോർജറ്റിൻ്റെ മെറ്റീരിയലാണ്. 3 മീറ്റർ ജോർജറ്റിൻ്റെ മെറ്റീരിയലാണ് ഇവിടെ എടുത്തിട്ടുള്ളത്. അതിലേക്ക് ലൈനിങ്ങിന് വേണ്ടിയിട്ട് ക്രേപ്പിൻ്റെ മെറ്റീരിയൽ 3 മീറ്റർ എടുത്തിട്ടുണ്ട്. ഇത് നമ്മൾ 16 പാനൽ ചെയ്യുന്നത്, നമ്മൾ പാനൽ കട്ട് ഇതിൻ്റെ മുമ്പും ചെയ്തിട്ടുണ്ട്. പക്ഷേ നമ്മൾ യോക്കും സ്കേർട്ട് പോർഷനും സെപ്പറേറ്റ് ആയിട്ടാണ് ചെയ്തിട്ടുള്ളത്. ഇതങ്ങനെയല്ല, ഫുള്ളായിട്ട് മുകളിലിരുന്ന് താഴെ വരെയും പാനലായിട്ടാണ് നമ്മളിവിടെ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ആദ്യം തന്നെ നമുക്കതൊന്ന് കട്ട് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് തുണിയൊന്ന് നിർത്തിയിടുന്നുണ്ട്. അപ്പോൾ ആദ്യം തന്നെ നമുക്കിത് തുണീൻ്റെ ലെങ്ത്താണിത്, ഇത് വിഡ്ത്തുമാണ്. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ഈ ലെങ്ത്തിനൊന്ന് രണ്ടായിട്ട് മടക്കി കൊടുക്കാം. അപ്പോൾ താഴത്തുനിന്ന് മുകളിലേക്ക് ഞാനിങ്ങനെയൊന്ന് മടക്കിയെടുക്കുന്നുണ്ട്. അപ്പോൾ അതങ്ങനെയൊന്ന് രണ്ടായിട്ട് മടക്കി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത് നമ്മൾ ലെങ്ത്തിനെയാണ് രണ്ടായിട്ട് ഇങ്ങനെ മടക്കി കൊടുത്തിട്ടുള്ളത്. ഫോൾഡിങ് വരുന്ന വശം താഴേക്കാണ് പോയിട്ടുള്ളത്. ഇനി നമുക്കിത് ഇതിനെ ഇങ്ങനെ മടക്കി കൊടുക്കണം. ഇതിൻ്റെ വീതിനെ ഒന്ന് മടക്കി കൊടുക്കുകയാണ്. ഇപ്പോൾ അത് നമ്മളിവിടെ തുണീനെ 4ആയിട്ട് മടക്കി കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത്, ആദ്യം നമ്മളിവിടെ നിന്ന് ലെങ്ത്ത് മാർക്ക് ചെയ്ത് കൊടുക്കുകയാണ്. എത്രയാണോ ലെങ്ത്ത് വേണ്ടത് അതൊന്ന് മാർക്ക് ചെയ്തെടുക്കുക. എനിക്കിവിടെ ലെങ്ത്ത് വേണ്ടത് 44.5 ഇഞ്ചാണ്. 44.5 ഇഞ്ചാണ് ലെങ്ത്ത് വേണ്ടത്. അതിൻ്റെ കൂടെ 1.5 ഇഞ്ച് തയ്യൽ തുമ്പും ചേർക്കുമ്പോൾ 46 ഇഞ്ചാണ് ഇവിടെ എടുത്ത് കൊടുക്കുന്നത്. ഇത് പാനൽ കട്ട് ആയതുകൊണ്ട് തന്നെ 1 ഇഞ്ചും കൂടെ ചേർത്ത് 47 ഇഞ്ച് ഞാനിവിടെ എടുത്ത് കൊടുക്കുന്നുണ്ട്. നമ്മൾ ജോയിൻ ചെയ്ത് വരുമ്പോൾ ചിലപ്പോൾ നമുക്കതൊന്ന് ലെവലായിട്ട് കിട്ടിയില്ലെങ്കിൽ ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്ത് കൊടുക്കേണ്ടി വരും. അതുകൊണ്ട് തന്നെ 47 ഇഞ്ച് ഞാനിവിടെ മാർക്ക് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ അതവിടെ 47 ഇഞ്ച് ഞാനിങ്ങനെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി അതൊന്ന് കട്ട് ചെയ്ത് കൊടുക്കാം. അപ്പോൾ അത് ലെങ്ത്ത് മാർക്ക് ചെയ്തിട്ട് അതൊന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഞാനിതവിടെ ഈ തുണി 4ഉം ചേർത്ത് വെച്ചിട്ട് ഫുള്ളായിട്ടൊന്ന് പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇത് ജോർജറ്റിൻ്റെ മെറ്റീരിയൽ ആയതുകൊണ്ട് തന്നെ നമുക്കിത് നീങ്ങിപ്പോവും. അതുകൊണ്ട് തന്നെ നന്നായിട്ടൊന്ന് ഫുള്ളായിട്ട് ഞാനിവിടെ ഒന്ന് പിൻ ചെയ്തെടുത്തിട്ടുണ്ട്. 4 തുണിയും ചേർത്ത് വെച്ച് പിൻ ചെയ്ത് വെച്ചു. ഇനി നമുക്ക് അടുത്തതായിട്ട് ഇപ്പോൾ 4ആയിട്ടാണ് നമ്മൾ മടക്കി കൊടുത്തിട്ടുള്ളത്. ഇതിനെ വീണ്ടും ഒന്നും കൂടെ മടക്കി കൊടുക്കാം. നമ്മളിത് ഇതൊന്നും കൂടെ ഇങ്ങനെ മടക്കി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്കിത് 8 ഫോൾഡായിട്ടാണ് കിട്ടുക. ഇങ്ങനെ മടക്കി കൊടുത്തതിന് ശേഷം വീണ്ടും നമ്മളൊന്നും കൂടെ പിൻ ചെയ്ത് വയ്ക്കുന്നുണ്ട്. അപ്പോൾ നമ്മളിത് 8ആയിട്ടാണ് മടക്കി കൊടുത്തിട്ടുള്ളത്. ഇപ്പം 8ആയിട്ട് മടക്കിയതിന് ശേഷം വീണ്ടും നമ്മളിത് ഇതിലൊന്ന് പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. നിങ്ങൾ ഇങ്ങനത്തെ മെറ്റീരിയലാണ് എടുക്കുന്നതെങ്കിൽ പിൻ ചെയ്ത് വെച്ചിട്ട് തന്നെ വേണം നമ്മളിതൊന്ന് കട്ട് ചെയ്ത് കൊടുക്കാൻ. ഇനി നമുക്ക് ഇതിനെ ഒന്നും കൂടെ മടക്കി കൊടുക്കണം. അപ്പോൾ അതിനൊന്നും കൂടെ അങ്ങനെ മടക്കി കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ 16 പീസായിട്ടാണ് നമുക്ക് മടക്കി കൊടുത്തിട്ടുള്ളത്. ഇനി വീണ്ടും നമ്മളിതൊന്നിങ്ങനെ വീണ്ടും പിൻ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ നമ്മളിങ്ങനെയൊന്ന് മടക്കി കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ നമ്മളിങ്ങനെ 16 പാനലായിട്ട് ഇങ്ങനെ മടക്കി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്കിത് കട്ട് ചെയ്യുമ്പോൾ 16 പീസായിട്ടാണ് കിട്ടുക. ഇനിയാണ് നമ്മളിവിടെ അളവ് മാർക്ക് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ ഞാനിവിടെ 40 ഇഞ്ച് ചെസ്റ്റ് അളവ് വരുന്ന കുർത്തിയാണ് സ്റ്റിച്ച് ചെയ്യുന്നത്. അപ്പോൾ നമുക്കിത് പാനൽ കട്ട് ആയതുകൊണ്ട് തന്നെ 40 ഇഞ്ചിൻ്റെ കൂടെ തയ്യൽ തുമ്പിനായിട്ട് ഒരു 4 ഇഞ്ചും കൂടെ എക്സ്ട്രാ കൊടുക്കണം. ഒരു ലൂസിന് വേണ്ടിയിട്ട് ഒരു 4 ഇഞ്ച് എക്സ്ട്രാ കൊടുക്കണം. അപ്പോൾ നമുക്കിവിടെ 44 ഇഞ്ചാണ് കിട്ടുക. ഈ 44 ഇഞ്ചിന് നമ്മൾ 16 പാനലാണ് ഇവിടെ ചെയ്യുന്നത്. 44 ഇഞ്ചിനെ 16 കൊണ്ട് ഡിവൈഡ് ചെയ്യണം. 44 നമ്മളിവിടെ 16 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് 2.75 പാനലിൻ്റെ വിഡ്ത്ത് വരുന്നത് 2.75 നമുക്ക് കിട്ടുക. 2.75 നമുക്ക് കിട്ടുന്നത്. ആ 2.75 നമുക്ക് ഡയറക്റ്റായിട്ട് ഇങ്ങോട്ട് മാർക്ക് ചെയ്ത് കൊടുക്കാൻ പറ്റില്ല. നമ്മളിവിടെ ഫോൾഡ് ചെയ്തിട്ടാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ നമ്മൾ അതിൻ്റെ പകുതി കാണണം. 2.75നെ വീണ്ടും 2 കൊണ്ട് ഡിവൈഡ് ചെയ്യണം. അങ്ങനെ ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് 1.37 1.37 കിട്ടുന്നത്. അതിൻ്റെ കൂടെ നമ്മളൊരു തയ്യൽ തുമ്പിന് വേണ്ടിയിട്ട് ഒരു 1/2 ഇഞ്ചും കൂടെ ചേർക്കണം. അങ്ങനെ 1/2 ഇഞ്ചും കൂടെ ചേർക്കുമ്പോൾ നമുക്ക് കിട്ടുന്നത് 1.87 1.87 നമുക്ക് കിട്ടുക. അപ്പോൾ നമ്മളതൊന്ന് റൗണ്ട് ചെയ്തെടുക്കുകയാണ്. ഈ 1.87നെ റൗണ്ട് ചെയ്തിട്ട് ഞാനിവിടെ 2 ഇഞ്ചാണ് മാർക്ക് ചെയ്ത് കൊടുക്കുന്നത്.
1.87 വലിയ വ്യത്യാസം ഇല്ലാത്തതുകൊണ്ടാണ് ഞാനിവിടെ 2 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ ഞാനിവിടെ 2 ഇഞ്ചാണ് ഈ മുകൾ ഭാഗത്ത് 2 ഇഞ്ച് ഇങ്ങനെയൊന്ന് മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത് 2 ഇഞ്ച് ഇവിടെ മാർക്ക് ചെയ്ത് കൊടുത്തു. ഇനി അതിൻ്റെ താഴേക്ക് എനിക്കിവിടെ വേസ്റ്റ് ലെങ്ത്ത് വരുന്നത് 14 ഇഞ്ചാണ്. അതിൻ്റെ കൂടെ 1 ഇഞ്ചും കൂടെ ചേർത്ത് 15 ഇഞ്ച് ഞാനിവിടെ താഴേക്ക് മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. 15 ഇഞ്ച് ഇങ്ങനെയൊന്ന് മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇവിടെയും നമ്മൾ 2 ഇഞ്ച് അങ്ങനെയൊന്ന് മാർക്ക് ചെയ്ത് എടുക്കുന്നുണ്ട്. 2 ഇഞ്ച് ഇങ്ങനെയൊന്ന് മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ആ മാർക്ക് ചെയ്ത 2 പോയിൻറ്റും ഒന്നിങ്ങനെയൊന്ന് ജോയിൻ ചെയ്ത് വയ്ക്കാം. അപ്പോൾ അതിങ്ങനെയൊന്ന് ജോയിൻ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് താഴ്ഭാഗത്ത് കറക്റ്റ് അതിൻ്റെ താഴ്ഭാഗത്തായിട്ട് ഈ സൈഡിൽ ഒരു 2 ഇഞ്ച് താഴ്ഭാഗത്തും ഇങ്ങനെ താഴ്ഭാഗത്തും ഇത് അവിടെ നിന്ന് 2 ഇഞ്ച് മാർക്ക് ചെയ്തിട്ടുണ്ട്. 2 ഇഞ്ച് മാർക്ക് ചെയ്തു. അവിടെ നിന്ന് താഴേക്ക് ഒരു 15 ഇഞ്ച് ഇങ്ങനെ മാർക്ക് ചെയ്യുന്നുണ്ട്. ഈ ഭാഗം അതേമാതിരി തന്നെ 2 ഇഞ്ച് മാർക്ക് ചെയ്തു. അതേമാതിരി ഇതിങ്ങനെ ഒന്ന് ജോയിൻ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതായത് ഇങ്ങനെയൊന്ന് ജോയിൻ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ മുകൾ ഭാഗത്തും ഇങ്ങനെയൊന്ന് മാർക്ക് ചെയ്തെടുത്തു. അതിന് ശേഷം അതിൻ്റെ താഴെ ഓപ്പോസിറ്റ് ഭാഗത്തായിട്ട് ഇങ്ങനെയൊന്ന് മാർക്ക് ചെയ്ത് കൊടുത്തു. ഇനി നമ്മളിതാ ഈ പോയിൻറ്റും ഇങ്ങനെയൊന്ന് ജോയിൻ ചെയ്ത് കൊടുക്കണം. അപ്പോൾ അതങ്ങനെയൊന്ന് ജോയിൻ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ നമ്മളിങ്ങനെ മാർക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. ആദ്യം മുകൾ ഭാഗത്ത് 2 ഇഞ്ച് മാർക്ക് ചെയ്തു. അതേമാതിരി തന്നെ വേസ്റ്റ് ലെങ്ത് ആയിട്ട് 15 ഇഞ്ച് കൊടുത്തു. അവിടെയും 2 ഇഞ്ച് മാർക്ക് ചെയ്തു. ഇനി അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിലായിട്ട് ഇപ്പുറത്തെ ഭാഗത്തും അതേമാതിരി തന്നെ നമ്മൾ മാർക്ക് ചെയ്തെടുത്തതിന് ശേഷം ഇതൊന്നിങ്ങനെ ജോയിൻ ചെയ്ത് കൊടുത്തു. ഇപ്പോൾ നമുക്ക് പാനൽ നമ്മളിവിടെ മാർക്ക് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് കട്ട് ചെയ്യാം. ഇപ്പോൾ നമ്മളിങ്ങനെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ഇതിൽ എത്ര പാനൽ കിട്ടിയിട്ടുണ്ട് നോക്കാം. ഈ പിന്നൊക്കെ ഒന്ന് അഴിച്ചു കൊടുക്കാം. ഇതിൽ പിന്നൊക്കെ ഒന്ന് അഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് ഓപ്പൺ ചെയ്ത് വയ്ക്കുകയാണ്. അപ്പോൾ അതങ്ങനെയൊന്ന് ഓപ്പൺ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇത് നമുക്കൊന്ന് മാറ്റി കൊടുക്കാം. അപ്പോൾ അതാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. 1 2 3 4 5 6 7 8 പാനലാണ് നമുക്കിവിടെ കിട്ടിയിട്ടുള്ളത്. ഇതിൽ നമുക്ക് 8 പാനലാണ് കിട്ടിയിട്ടുള്ളത്. അതേമാതിരി അടുത്തത് നോക്കാം. അടുത്തതും ആദ്യം തന്നെ ഇതിൽ വന്നിട്ട് നമ്മൾ പിൻ ചെയ്ത് വെച്ചിട്ടുള്ളതൊക്കെ ഒന്ന് എടുത്തു കൊടുക്കാം. ഇതിൽ നമുക്ക് ഇങ്ങനത്തെ ഇതേമാതിരി നമ്മളിപ്പോൾ ഓപ്പൺ ചെയ്ത് വെച്ച മാതിരത്തെ 6 പീസാണ് കിട്ടുക. ബാക്കി 2 പീസ് നമുക്ക് 4 പീസായിട്ടാണ് വരിക. തുണീൻ്റെ എഡ്ജ് ഭാഗം ആയതുകൊണ്ട് തന്നെ ആ 2 പീസ് നമുക്ക് 4 എണ്ണമായിട്ടാണ് കിട്ടുക. അപ്പോൾ നമുക്കിത് 6 പീസും ഇതിൽ 8 പീസും ഉള്ളതുകൊണ്ട് തന്നെ 2ലും 7 പീസ് വെച്ചിട്ട് കട്ടായി കിട്ടിയ ഭാഗം 2 സൈഡിലും വെച്ചൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുത്താൽ മതി. നമ്മൾ സ്റ്റിച്ച് ചെയ്യുമ്പോൾ ഒരു 1/2 ഇഞ്ച് തയ്യൽ തുമ്പിലാണ് ഇതിങ്ങനെ ജോയിൻ ചെയ്ത് കൊടുക്കേണ്ടത്. അതിനുശേഷം നമുക്ക് 7 പീസാണ് അപ്പോൾ ഞാൻ അവിടെ ചേർത്ത് വെച്ചിട്ടുള്ളത്. അതിനുശേഷം നമുക്കിതങ്ങനെ കട്ടായിട്ട് വന്നിട്ടുള്ള 2 പീസ് ഉണ്ട്. ഇതിൻ്റെ ഒരു പീസ് ഈ സൈഡും ഇങ്ങനെ വെച്ച് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. ഒരു പീസ് അപ്പുറത്തെ സൈഡും അറ്റത്ത് വെച്ച് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ആദ്യം തന്നെ ജോയിൻ ചെയ്തെടുക്കുമ്പോൾ നമ്മളിത് ഈ 2 പീസും ഇങ്ങനെ ചേർത്ത് വെച്ചിട്ട് ഇതൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുക. സ്റ്റിച്ച് ചെയ്തെടുക്കുമ്പോൾ 1/2 ഇഞ്ച് തയ്യൽ തുമ്പിലാണ് നമ്മൾ താഴെ വരെ മുകളിൽ നിന്ന് താഴെ വരെ ഇതൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കേണ്ടത്. 1/2 ഇഞ്ച് തയ്യൽ തുമ്പിൽ താഴെ വരെ ഇതൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം. അതിനുശേഷം എല്ലാ പീസും ഇങ്ങനെയൊന്ന് ജോയിൻ ചെയ്ത് കൊടുക്കുക. നമ്മളിപ്പോൾ അവിടെ എല്ലാ പാനലും ഇങ്ങനെയൊന്ന് ജോയിൻ ചെയ്തെടുത്തിട്ടുണ്ട്.
ഫുള്ളായിട്ട് ഇങ്ങനെ ജോയിൻ ചെയ്ത് കൊടുത്തു. നമ്മൾ ആ ചെറിയ പാനൽ നമുക്ക് 2 പീസായിട്ട് കിട്ടിയ പാനൽ ഉണ്ടായിരുന്നു. അത് രണ്ടും നമ്മൾ ഇതിൻ്റെ 2 സൈഡിലും, ഒന്ന് ഇപ്പുറത്തെ സൈഡിലും അതേമാതിരി തന്നെ ഒന്ന് ഇപ്പുറത്തെ സൈഡിലും ജോയിൻ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇങ്ങനെ ജോയിൻ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. നമുക്ക് 4 പീസായിരുന്നു അങ്ങനെ കിട്ടിയിട്ടുണ്ടായിരുന്നത്. അത് 2 സൈഡിൻ്റെയും ലാസ്റ്റ് നമ്മളിതാ ഈ സൈഡും അതേമാതിരി ഈ ഭാഗത്തും ഇത് ഇപ്പുറത്തെ ഭാഗത്തും അതിങ്ങനെ ജോയിൻ ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിനെ ഒന്ന് 2ആയിട്ട് മടക്കിയിട്ട് കൊടുക്കാം. നമ്മളിപ്പോൾ ഇതിവിടെ 2ആയിട്ട് മടക്കി കൊടുത്തിട്ടുണ്ട്. 2 പീസും ഇങ്ങനെ മടക്കി കൊടുത്തിട്ടുണ്ട്. ഇങ്ങനെ മടക്കിയിട്ടും ഇതൊന്നിങ്ങനെ പിൻ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇങ്ങനത്തെ തുണിയാകുമ്പോൾ നിങ്ങൾ പിൻ ചെയ്തിട്ട് തന്നെ വേണം മാർക്കിംഗ് എല്ലാം മാർക്ക് ചെയ്ത് കൊടുക്കാൻ. അപ്പോൾ അത് രണ്ടും ഞാനിങ്ങനെ മടക്കിയിട്ടിട്ടുണ്ട്. ഇനി നമുക്കിതിൻ്റെ ഷോൾഡർ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം. ഷോൾഡർ ഞാനിവിടെ 6.5 ആണ് ഇതിൻ്റെ ഷോൾഡർ മാർക്ക് ചെയ്ത് കൊടുക്കുന്നത്. 6.5 ആണ് ഷോൾഡർ മാർക്ക് ചെയ്തെടുത്തിട്ടുള്ളത്. അതേമാതിരി ആം ഹോളും 6.5 ആണ് മാർക്ക് ചെയ്ത് കൊടുക്കുന്നത്. ഹോളും ഇങ്ങനെ മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ചെസ്റ്റിൻ്റെ അളവ് എനിക്കിവിടെ 10 ഇഞ്ചാണ് വേണ്ടത്. 40 ഇഞ്ച് ചെസ്റ്റ് അളവുള്ള കുർത്തിയാണ്. അതുകൊണ്ട് തന്നെ അതിന് 4ആയിട്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 10 ഇഞ്ച്, അതിൻ്റെ കൂടെ 1.5 ഇഞ്ച് തയ്യൽ തുമ്പും ചേർത്ത് 11.5 ഇഞ്ചാണ് ഞാനിവിടെ മാർക്ക് ചെയ്ത് കൊടുക്കുന്നത്. ഇഞ്ച് ഇങ്ങനെ മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം ഈ ഭാഗത്തായിട്ട് ഇങ്ങനെ ഒരു 1.25 ഇഞ്ച് മാർക്ക് ചെയ്തിട്ട് അതൊന്നിങ്ങനെ ഷേപ്പ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ആം ഹോൾ ഇങ്ങനെ ഒന്ന് ഷേപ്പ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് വേസ്റ്റ് ലെങ്ത്ത് മാർക്ക് ചെയ്യാം. വേസ്റ്റ് ലെങ്ത്ത് ഞാനിവിടെ 14 ഇഞ്ചാണ് വേസ്റ്റ് ലെങ്ത്ത് മാർക്ക് ചെയ്യുന്നത്. ഇനി അടുത്തതായിട്ട് നമുക്കിവിടെ വേസ്റ്റ് വിഡ്ത്ത് മാർക്ക് ചെയ്ത് കൊടുക്കാം. വേസ്റ്റ് വിഡ്ത്ത് തയ്യൽ തുമ്പ് അടക്കം ഞാനിവിടെ 10.5 ഇഞ്ചാണ് വേസ്റ്റ് വിഡ്ത്ത് മാർക്ക് ചെയ്ത് കൊടുക്കുന്നത്. വേസ്റ്റ് വിഡ്ത്തും ഇങ്ങനെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതിന് ശേഷം ഈ 2 പോയിൻറ്റും ഇങ്ങനെ ഒന്ന് ജോയിൻ ചെയ്ത് കൊടുക്കാം. ഇങ്ങനെ ഒന്ന് ജോയിൻ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതിന് ശേഷം ഇതൊന്നിങ്ങനെ താഴത്തേക്ക് ഇങ്ങനെ ഒന്ന് വരച്ച് നമുക്കിതൊന്ന് കട്ട് ചെയ്ത് കൊടുക്കാം. ഈ ഫ്രണ്ടിലെ ആം ഹോള് ഒരു 1/4 ഇഞ്ച് ഇങ്ങനെ ഒന്ന് താഴേക്ക് മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്കിതൊന്ന് കട്ട് ചെയ്ത് കൊടുക്കാം. ഞാൻ ഇവിടെ നെക്ക് മാർക്ക് ചെയ്ത് കൊടുക്കുന്നില്ല. നെക്ക് ഞാനിവിടെ തുണിയിൽ കട്ട് ചെയ്തെടുക്കുന്നില്ല. നെക്ക് ക്യാൻവാസിലാണ് കട്ട് ചെയ്ത് കൊടുക്കുന്നത്. നമ്മളിപ്പോൾ അതിങ്ങനെ കട്ട് ചെയ്തെടുത്തു. ഇനി നമുക്കിത് ബാക്കിലെ പാർട്ടൊന്നും ഇങ്ങനെ മാറ്റി കൊടുത്തിട്ട് ഫ്രണ്ടിലെ ആം ഹോൾ മാത്രം ഒന്ന് ഇറക്കി കട്ട് ചെയ്ത് കൊടുക്കാം. അപ്പോൾ അതും ഒന്നിങ്ങനെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിവിടെ ഇത് വെച്ചിട്ട് ഇതിൻ്റെ ലൈനിങ് ഒന്ന് കട്ട് ചെയ്തെടുക്കണം. അപ്പോൾ അത് ലൈനിങ് കട്ട് ചെയ്തെടുക്കാൻ വേണ്ടി ലൈനിങ് തുണി ഇവിടെ അങ്ങനെ 4ആയിട്ട് മടക്കിയിട്ട് കൊടുത്തിട്ടുണ്ട്. ലെങ്ത്ത് എത്രയാണോ വേണ്ടത് അതിനനുസരിച്ച് ലെങ്ത്ത് ഞാനിവിടെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. നമ്മൾ മെയിൻ തുണി എടുത്തതിനേക്കാളും ഒരു 2 ഇഞ്ചോ 3 ഇഞ്ചോ കുറവായിട്ട് വേണം ലൈനിങ് തുണി എടുത്ത് കൊടുക്കാൻ. ഇതിൻ്റെ മുകളിലേക്ക് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള തുണി വെച്ച് കൊടുക്കാം. അപ്പോൾ അതിൻ്റെ മുകളിലേക്ക് ലൈനിങ് ഇങ്ങനെ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം. ലൈനിങ് നമ്മളിവിടെ എ ലൈൻ മോഡലിലാണ് ലൈനിങ് കട്ട് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ നമ്മളിത് നല്ല തുണീനേക്കാളും കുറച്ചധികം ആണ് നമ്മളിവിടെ മാർക്ക് ചെയ്ത് കൊടുക്കുന്നത്. ലാസ്റ്റ് നമുക്ക് സ്റ്റിച്ച് ചെയ്തതിൻ്റെ ശേഷം അതൊന്ന് കറക്റ്റാക്കി കൊടുത്താൽ മതി. അപ്പോൾ ഇങ്ങനത്തെ തുണി ആയതുകൊണ്ട് തന്നെ കുറച്ചധികം വേണം നമ്മളിവിടെ മാർക്ക് ചെയ്ത് കൊടുക്കാൻ. എ ലൈൻ മോഡലിലാണ് നമ്മളിവിടെ ലൈനിങ് മാർക്ക് ചെയ്ത് കൊടുക്കുന്നത്. ഇനി നമുക്കിത് എടുത്ത് കൊടുക്കാം. ഈ തുണീൻ്റെ വീതിക്ക് അനുസരിച്ച് താഴെ വരെ നമ്മളിതൊന്നിങ്ങനെ മാർക്ക് ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഇത് മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് കട്ട് ചെയ്യാം. അപ്പോൾ അതവിടെ ലൈനിങ് തുണി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ അത് സ്ലീവ് കട്ട് ചെയ്തെടുക്കാൻ വേണ്ടി ഞാനിവിടെ ലൈനിങ് തുണിയാണ് 4ആയിട്ട് മടക്കി കൊടുത്തത്. ലൈനിങ്ങിൽ കട്ട് ചെയ്തെടുത്തതിന് ശേഷം നമുക്കത് നല്ല തുണിയിൽ കട്ട് ചെയ്ത് കൊടുക്കാം. അപ്പോൾ സ്ലീവിൻ്റെ ലെങ്ത്ത് ഞാനിവിടെ 17 ഇഞ്ചാണ് സ്ലീവിൻ്റെ ലെങ്ത്ത് കൊടുക്കുന്നത്. അവിടെ വിഡ്ത്ത് ഒരു 10 ഇഞ്ച് മാർക്ക് ചെയ്യുന്നുണ്ട്. അവിടുന്ന് താഴേക്ക് 3.5 ഇഞ്ചും മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇവിടെ സ്ലീവ് ഓപ്പണിങ്ങിനായിട്ട് ഒരു 8 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. നമുക്കിത് സ്ലീവ് ഇങ്ങനെ ഒന്ന് ഷേപ്പ് ചെയ്ത് കൊടുക്കാം.
ഇപ്പോൾ സ്ലീവ് ഇങ്ങനെയൊന്ന് ഷേപ്പ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് കട്ട് ചെയ്യാം. ഇപ്പോൾ സ്ലീവ് ഇങ്ങനെയൊന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിൻ്റെ സെൻറ്ററിൽ ഇങ്ങനെയൊന്ന് നോട്ട്സ് ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് സ്ലീവ് ഒന്ന് ഓപ്പൺ ചെയ്ത് വെച്ചിട്ട് ഫ്രണ്ടിലെ സ്ലീവ് മാത്രം ഒന്ന് ഇറക്കി കട്ട് ചെയ്ത് കൊടുക്കാം. ചെറുതായിട്ടൊന്ന് ഇറക്കി കട്ട് ചെയ്തെടുത്താൽ മതി. ഇപ്പോൾ സ്ലീവിൻ്റെ ഫ്രണ്ട് സ്ലീവും ഇങ്ങനെ ഒന്ന് ഇറക്കി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് നല്ല തുണിയിൽ വെച്ച് കട്ട് ചെയ്തെടുക്കണം. ഇപ്പോൾ നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുള്ള സ്ലീവ് ലൈനിങ് തുണിയിലാണ് നമ്മൾ സ്ലീവ് കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. അത് വെച്ചിട്ട് നല്ല തുണിയിലും സ്ലീവ് ഇങ്ങനെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി അടുത്തതായിട്ട് ക്യാൻവാസിൽ നെക്ക് കട്ട് ചെയ്ത് കൊടുക്കാം. നെക്ക് കട്ട് ചെയ്ത് കൊടുക്കാൻ വേണ്ടി ഞാൻ അവിടെ ഒരു പീസ് ക്യാൻവാസ് എടുത്തിട്ടുണ്ട്. ഇതിനെ രണ്ടായിട്ട് മടക്കി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നെക്കിൻ്റെ വിഡ്ത്ത് ഞാനിവിടെ 3.25 നെക്കിൻ്റെ വിഡ്ത്ത് മാർക്ക് ചെയ്ത് കൊടുക്കുന്നത്. നെക്കിൻ്റെ ലെങ്ത്ത് 6 ഇഞ്ചും മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊരു കർവ് വി ഷേപ്പിൽ, സ്ട്രെയിറ്റ് ആയിട്ടുള്ള വി അല്ല, അങ്ങനെയൊന്ന് കർവ് ചെയ്തിട്ടുള്ള വി ഷേപ്പാണ് ഞാൻ ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഇങ്ങനെയൊന്ന് മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതിന് ശേഷം അതിന് ചുറ്റും ഇങ്ങനെയൊന്ന് 1 ഇഞ്ചോ 3/4 ഇഞ്ചോ വെച്ചിട്ട് ഇങ്ങനെയൊന്ന് മാർക്ക് ചെയ്തെടുക്കാം. അപ്പോൾ അതായത് ഇങ്ങനെയൊന്ന് ക്യാൻവാസിൽ നെക്ക് ഇങ്ങനെയൊന്ന് മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് കട്ട് ചെയ്യാം. നമ്മളിപ്പോൾ നെക്ക് ഇങ്ങനെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. മുകൾ ഭാഗത്ത് ചെറിയൊരു ഇങ്ങനെ ഒരു പീസ് വെച്ചിട്ടാണ് കട്ട് ചെയ്ത് കൊടുത്തിട്ടുള്ളത്. ഇനി നമുക്കിത് ഒരു തുണീൻ്റെ മുകളിൽ വെച്ചിട്ട് ഇതൊന്ന് അയൺ ചെയ്ത് കൊടുക്കണം. അപ്പോൾ നമ്മൾ ഫ്രണ്ടിൽ മാത്രമാണ് ക്യാൻവാസ് വെച്ച് നെക്ക് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നത്. ബാക്കിലെ നെക്കിൽ ക്യാൻവാസ് കൊടുക്കുന്നില്ല. അപ്പം ബാക്കിലെ നെക്ക് സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനിത് അങ്ങനെ ഒരു തുണിയാണ് ഒരു കഷ്ണം തുണി എടുത്തിട്ടുണ്ട്. ഇതിലാണ് നമ്മൾ മാർക്ക് ചെയ്ത് കൊടുക്കുന്നത്. നമ്മളിവിടെ നെക്ക് വിഡ്ത്ത് 3 ഇഞ്ചാണ് കൊടുക്കുന്നത്. ക്യാൻവാസിലാകുമ്പോൾ നമ്മൾ 3.25 കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇതിൽ നമ്മൾ 3 ഇഞ്ചാണ് കൊടുത്തിട്ടുള്ളത്. ബാക്കിലെ നെക്കിൻ്റെ ലെങ്ത്ത് 4 ഇഞ്ചാണ് മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുള്ളത്. ഇതിങ്ങനെ ഒരു റൗണ്ട് ഷേപ്പിൽ കട്ട് ചെയ്ത് മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് കട്ട് ചെയ്ത് കൊടുക്കാം. ഇതിങ്ങനെയൊന്ന് കട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ഇതിൻ്റെ 3 സൈഡും ഒന്ന് മടക്കി തയ്ച്ചു കൊടുക്കണം. ഇപ്പോൾ നെക്ക് ഞാനിവിടെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ക്യാൻവാസ് വെച്ച് നെക്ക് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാനിത് ക്യാൻവാസ് വെച്ച് നെക്ക് സ്റ്റിച്ച് ചെയ്യുന്നതൊന്നും ഇതിൽ കാണിച്ചിട്ടില്ല. നമ്മളെ വീഡിയോ ഒരുപാട് ലെങ്ത്തായി പോകും. നമ്മൾ ഇതിൻ്റെ തൊട്ട് മുമ്പേ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് എങ്ങനെയാണ് ക്യാൻവാസിൽ നെക്ക് കട്ട് ചെയ്യുന്നതെന്നോ എങ്ങനെയാണ് സ്റ്റിച്ച് ചെയ്യുന്നതെന്നോ ഷോൾഡർ എങ്ങനെയാണ് ജോയിൻ ചെയ്യുന്നതെന്നോ ഉള്ള വിശദമായിട്ടുള്ളൊരു വീഡിയോ ഇതിന് തൊട്ട് മുമ്പ് തന്നെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പം നെക്ക് സ്റ്റിച്ച് ചെയ്യാൻ ഡൗട്ടുള്ളവർ അതൊന്ന് പോയി കണ്ടു നോക്കുക. അതേമാതിരി തന്നെ ബാക്കിലെ നെക്കും ഇങ്ങനെയൊന്ന് സ്റ്റിച്ച് ചെയ്ത് എടുത്തിട്ടുണ്ട്. ലൈനിങ്ങായിട്ട് ചേർത്ത് വെച്ചൊന്ന് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് അതൊന്ന് ഷോൾഡർ ഒന്ന് ജോയിൻ ചെയ്ത് കൊടുക്കണം. അപ്പം അതിന് വേണ്ടിയിട്ട് നമ്മളിത് അതിൻ്റെ ലൈനിങ്ങിൻ്റെ ഉള്ളിലേക്കായിട്ട് ഇതൊന്ന് വെച്ച് കൊടുക്കുക. ഇപ്പോൾ ഈ ലൈനിങ്ങിൻ്റെ ഉള്ളിലേക്കായിട്ട് നമ്മൾ ഫ്രണ്ടിലെ പീസ് ഇങ്ങനെയൊന്ന് വെച്ച് കൊടുക്കുക. വെച്ച് കൊടുക്കുമ്പോൾ ഇതിൻ്റെ നല്ല വശം ബാക്കിലെ പീസിൻ്റെ നല്ല വശം ചേർന്ന് വരുന്ന മാതിരി വേണം നമ്മൾ വെച്ച് കൊടുക്കേണ്ടത്. ഇങ്ങനെയൊന്ന് വെച്ച് കൊടുത്തിട്ട് ഇത് ഇങ്ങോട്ടേക്ക് ഓപ്പൺ ചെയ്ത് വെച്ചിട്ട് ഇങ്ങനെയൊന്ന് വെച്ച് കൊടുത്തതിന് ശേഷം ഇതൊന്നിങ്ങനെ ക്ലോസ് ചെയ്ത് കൊടുക്കുക. ഇങ്ങനെ ക്ലോസ് ചെയ്തതിന് ശേഷം ഇവിടെ നിന്ന് ഷോൾഡർ ഒന്ന് ജോയിൻ ചെയ്ത് കൊടുക്കുക. അതേമാതിരി തന്നെ ഇപ്പുറത്തെ ഷോൾഡറും ചെയ്തെടുക്കുക. നമ്മളിതവിടെ ഷോൾഡർ ജോയിൻ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതേമാതിരി സ്ലീവും സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. 2 ഷോൾഡറും അതേമാതിരി തന്നെ ഇവിടെ സ്ലീവും സ്റ്റിച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. നിങ്ങളിവിടെ ലൈനിങ് ഒക്കെ അറ്റാച്ച് ചെയ്യുന്നതിൻ്റെ മുമ്പേ തന്നെ അത് ഞാൻ പറയാൻ വിട്ടുപോയതാണ്. ലെങ്ത്ത് നിങ്ങൾക്ക് കറക്റ്റാണോ താഴെ കറക്റ്റാണോ നോക്കിയിട്ട് പാനലൊക്കെ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം കറക്റ്റാണോ നോക്കിയിട്ട് അതൊന്ന് കറക്റ്റായിട്ടൊന്ന് കട്ട് ചെയ്ത് കൊടുക്കണം. അടുത്തതായിട്ട് നമുക്ക് സൈഡാണ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കേണ്ടത്. സൈഡ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുമ്പോൾ നമ്മളിവിടെ ഫുള്ളായിട്ട് ലൈനിങ്ങും ചേർത്ത് സ്റ്റിച്ച് ചെയ്യാതെ സെപ്പറേറ്റ് ആയിട്ട് വേണം സ്റ്റിച്ച് ചെയ്തെടുക്കാൻ. നമ്മളിത് സൈഡ് സ്റ്റിച്ച് ചെയ്യുമ്പോൾ നമ്മൾ ഇതിൻ്റെ വേസ്റ്റ് ലൈൻ വരയ്ക്കും ഇതെല്ലാം 4 ചേർത്ത് വെച്ച് സ്റ്റിച്ച് ചെയ്യുക. അതിനുശേഷം
നമ്മൾ ലൈനിങ് സെപ്പറേറ്റ് ആയിട്ടും നല്ല തുണി സെപ്പറേറ്റ് ആയിട്ടും വേണം സ്റ്റിച്ച് ചെയ്തെടുക്കാൻ. രണ്ടും സെപ്പറേറ്റ് ആയിട്ട് വേണം സ്റ്റിച്ച് ചെയ്തെടുക്കാൻ. സൈഡ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുമ്പോൾ നമുക്ക് വേസ്റ്റിൻ്റെ അത് വരയ്ക്കും നമ്മൾ ലൈനിങ്ങും ചേർത്ത് വെച്ച് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം വേസ്റ്റിൻ്റെ അവിടെ എത്തുമ്പോൾ നമുക്ക് ലൈനിങ് ഒന്ന് മാറ്റി കൊടുത്തിട്ട് നല്ല തുണിയും ലൈനിങ്ങും സെപ്പറേറ്റ് ആയിട്ട് വെച്ചിട്ട് വേണം സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാൻ. ഇതേമാതിരി ലൈനിങ് തുണി ചെറുതായിട്ടൊന്നിങ്ങനെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുക. മുകളിലും താഴെ ഇങ്ങനെ ഒന്ന് കട്ട് ചെയ്ത് കൊടുത്തതിൻ്റെ ശേഷം ആ ലൈനിങ് തുണി ഒന്ന് അപ്പുറത്തേക്ക് മാറ്റി കൊടുക്കുക. ഇങ്ങനെ ഒന്ന് നീക്കി വെച്ചിട്ട് നല്ല തുണി മാത്രം സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. നല്ല തുണി മാത്രം ഒന്ന് താഴെ വരെ സ്റ്റിച്ച് ചെയ്തെടുക്കുക. അതിനുശേഷം ലൈനിങ് തുണി സ്റ്റിച്ച് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ അത് നല്ല തുണി മാത്രം ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുത്തതിന് ശേഷം വീണ്ടും നമുക്ക് ലൈനിങ് തുണി മാത്രം എടുത്തിട്ട് അതും ഒന്നിങ്ങനെ സ്റ്റിച്ച് ചെയ്തെടുക്കണം. നമ്മളിപ്പോൾ ആ സൈഡ് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. അതേമാതിരി തന്നെ താഴെയും മടക്കി തയ്ച്ചു കൊടുത്തിട്ടുണ്ട്. ലൈനിങ്ങിൻ്റെ താഴെ മടക്കി തയ്ച്ചിട്ടുണ്ട്. ലൈനിങ്ങും നല്ല തുണി അപ്പോൾ നമ്മളിവിടെ സെപ്പറേറ്റ് ആയിട്ടാണ് സ്റ്റിച്ച് ചെയ്ത് കൊടുത്തത്. വേസ്റ്റ് ലൈൻ വരയ്ക്കും ഒന്നിച്ച് സ്റ്റിച്ച് ചെയ്തിട്ട് ബാക്കി അവിടെ നിന്ന് അങ്ങോട്ട് നമ്മൾ സെപ്പറേറ്റ് ആയിട്ടാണ് ഇത് സ്റ്റിച്ച് ചെയ്ത് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. നമ്മൾ 16 പാനൽ അനാർക്കലി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നിങ്ങളിതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്കത് മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. മനസ്സിലായിട്ടുണ്ടെങ്കിൽ ഇതൊന്ന് ലൈക്ക് ചെയ്യുക. അതേമാതിരി തന്നെ ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.